മത്സരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഇറങ്ങിയിരുന്നു. ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് വള്ളമാണ് വരുന്നത്. ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് ചെറുകര ഗാഗുൽത്ത ബോട്ട് ക്ലബിന്റെ സെന്റ് ജോർജ് വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് ബി ടീമിന്റെ ആയാപറമ്പ് പാണ്ടി. മൂന്നാം ട്രാക്കിൽ ജവഹർ തായങ്കരി FBC കുട്ടനാടിന്റെ ജവഹർ തായങ്കരി. നാലാം ട്രാക്കിൽ നിരണം ചുണ്ടൻ ഫാൻസിന്റെ വലിയ ദിവാൻജി ആയാപറമ്പ് വലിയ ദിവാൻജി. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനലാണ്. അതായത് ചുണ്ടൻ വള്ളങ്ങളിൽ അവസാനത്തെ 13, 14, 15, 16 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആവേശഭരിതമാണ് ലൂസേഴ്സ് ഫൈനൽ. തേർഡ് ആണെങ്കിൽ ആവേശത്തിന് കുറവില്ല. സെന്റ് ജോർജ് ഗാഗുൽത്ത സെന്റ് ജോർജ് നമുക്കറിയാം. സെന്റ് ജോർജ് വെള്ളം തുഴയുന്നത് കാവാലം ചെറുകരയുടെ ഗാഗുൽത്തയാണ്. അതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ളത് റെജി കേശവനാണ്. കട്ടപ്പനക്കാരൻ റെജി കേശവൻ ക്യാപ്റ്റനായ. ലീഡിംഗ് ക്യാപ്റ്റൻ ലീനാച്ചൻ കാവാലം. ലീഡിംഗ് ക്യാപ്റ്റനായ ഒന്നാം തുഴ ജിജോ എടത്തുവ ഒന്നാം തുഴയും കുമാർ കാവാലം ഒന്നാം പങ്കായവും കൈകാര്യം ചെയ്യുന്ന വള്ളമാണ് സെന്റ് ജോർജ് വള്ളം. ആയാപറമ്പ് പാണ്ടി KCBC കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ ആയാപറമ്പ് പാണ്ടി രണ്ടാം ട്രാക്കിൽ വരുന്നു. ചുണ്ടൻ്റെ കാരിച്ചാൽ ക്ലബിൻ്റെ ബി ടീമാണ് ആയാപറമ്പ് പാണ്ടി നമുക്കറിയാം. അതേപോലെ മൂന്നാം ട്രാക്കിൽ ജവഹർ തായങ്കരി FBC കുട്ടനാടാണ്. നമുക്കറിയാം ജവഹർ തായങ്കരി വള്ളത്തെക്കുറിച്ച് നമ്മൾ കീഴ്സ് കടന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. 5 ടൈം വിന്നറാണ്. 70കളിലെ നെഹ്റു ട്രോഫിയുടെ 70കളിലെ രോമാഞ്ചമാണ് ഈ പറയുന്ന ജവഹർ തായങ്കരി വള്ളം. ഒരു ലോങ്ങസ്റ്റ് വള്ളമാണ് ഈ ചുണ്ടൻ വള്ളം. നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ഏറ്റവും നീളമേറിയ വള്ളങ്ങളിൽ ഒന്നാണ് ജവഹർ തായങ്കരി. അത് 1973 ഏതാണ്ട് 50-52 വർഷങ്ങൾക്ക് മുമ്പ് നീരണിഞ്ഞ വള്ളമാണ്. അമരത്ത് പൊന്നപ്പൻ കരിയത്തറയാണ്. അമരത്ത് ബെന്നി P കാരിച്ചാലാണ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ളത്. ജവഹർ തായങ്കരി മൂന്നാം ട്രാക്കിൽ വരുന്നു. നാലാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാൻജി. അത് നിരണം ചുണ്ടൻ ഫാൻസിന്റെ വള്ളമാണ്. നിരണം വള്ളത്തിന്റെ ഒപ്പം തുഴഞ്ഞ നിരണം ചുണ്ടൻ ഫാൻസിന്റെ വള്ളമാണ്. അത് റെന്നി അടിവാക്കലാണ് അതിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അതായത് ഈ വള്ളം റെന്നി അടിവാക്കൽ ക്യാപ്റ്റനായിട്ടുള്ള വള്ളം. ഈ വള്ളം ശരിക്കും പറഞ്ഞാൽ നിരണം മെയിൻ ടീമിൻ്റെ ഒരു സഹായികളായിട്ട് വന്ന വള്ളമാണ്. അതുകൊണ്ട് തന്നെ അവർ ക്വാളിഫൈ ചെയ്തത് തേർഡ് ലൂസേഴ്സ് ഫൈനലിലേക്കാണ്. തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഇറങ്ങിയിരുന്നു. 4 ട്രാക്കിലും വള്ളമുണ്ട്. സെന്റ് ജോർജ് 1-ൽ, ആയാപറമ്പ് പാണ്ടി 2-ൽ, ജവഹർ തായങ്കരി 3-ൽ, 4-ൽ ആയാപറമ്പ് വലിയ ദിവാൻജി. 13, 15, 14, 16 അതായത് 15ഉം 14 സ്ഥാനങ്ങളിൽ വന്ന ടീമാണ്. 13ാം സ്ഥാനത്ത് വന്ന ടീമാണ് സെന്റ് ജോർജ്. അവരെ ഒന്നാം ട്രാക്കിലുണ്ട്. 4ാം ട്രാക്ക് ദിവാൻജി. 16ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് ഹീറ്റ്സിൽ. അതുകൊണ്ട് അവർ 4ാം ട്രാക്കിൽ. 15ാം സ്ഥാനത്ത് വന്ന പാണ്ടി 2ാം ട്രാക്കിലും 14ൽ വന്ന ജവഹർ തായങ്കരി 3ാം ട്രാക്കിലും വരുന്നു. ആവേശഭരിതമായൊരു തേർഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സോ ഒരിക്കൽ കൂടി കുട്ടനാടിൻ്റെ രോമാഞ്ചങ്ങളാണ് ഈ വള്ളങ്ങളെല്ലാം. കുട്ടനാട്ടുകാർക്ക് വള്ളംകളി എന്നാൽ നമുക്കറിയാം. കുട്ടനാട്ടിലെ ഓരോ കായിക പ്രേമിക്കും വള്ളംകളി ഓരോ തുഴച്ചിൽക്കാർക്കും ഉള്ള ഒരു വലിയ ഡ്രീം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നെഹ്റു ട്രോഫിയിൽ തുഴയണം, ഒരു ചുണ്ടൻ വള്ളത്തിൽ തുഴയണമെന്നുള്ളത് അവരുടെ എല്ലാവരുടെയും ഡ്രീമാണ്. ഏതായാലും ലീനാച്ചൻ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തു കൂടിയാണ്. ലീനാച്ചൻ കാവാലം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള റെജി ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് ജോർജ് വള്ളം ഗാഗുൽത്ത ബോട്ട് ക്ലബിൻ്റെ സെന്റ് ജോർജ് വള്ളം തന്നെയാണ്. വലിയ പഴക്കമുള്ള വള്ളങ്ങളിലൊന്നാണ് സെന്റ് ജോർജ് വള്ളം. ഒരു ജെന്റിൽ സെയിൻറ്റ് ഫ്രം എടത്വയിൽ നിന്നുള്ള ജെന്റിൽ സെയിൻറ്റ് എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് വള്ളം 3ാം ലൂസേഴ്സ് ഫൈനലിൽ വിജയികളായിരിക്കുന്നു. സോ 3ാം ലൂസേഴ്സ് ഫൈനൽ സെന്റ് ജോർജ് വിജയികളെ. ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് ഈ തവണ ആദ്യമായിട്ടാണ് ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിക്ക് മത്സരത്തിനായി വരുന്നത്. സോ പവർ പാണ്ടി KCBC ബി ടീമിൻ്റെ പവർ പാണ്ടി ആയാപറമ്പ് പാണ്ടി 2ാം സ്ഥാനത്ത്. 4ാം ട്രാക്കിൽ വന്ന ആയാപറമ്പ് പാണ്ടി 2ാം സ്ഥാനത്ത് വിനിശ്ചയിച്ചിരിക്കുന്നു. സോ 3ാം ലൂസേഴ്സ് ഫൈനൽ നെഹ്റു ട്രോഫി ജലോത്സവം 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ 3ാം ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ സമാപിച്ചിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് സെന്റ് ജോർജ് 3ാം ലൂസേഴ്സ് ഫൈനലിൽ 1ാം സ്ഥാനം നേടിയത് ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് ചെറുകര കാവാലം ചെറുകര ഗാഗുൽത്തയുടെ സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബ്. 2ാം സ്ഥാനത്ത് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിൻ്റെ അവർ തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടി 2ാം ട്രാക്കിൽ തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടി 2ാം സ്ഥാനത്തും. സോ ഗാഗുൽത്ത ക്ലബിൻ്റെ സെന്റ് ജോർജ് 1-ഉം KCBCയുടെ ബി ടീമിൻ്റെ ആയാപറമ്പ് പവർ പാണ്ടി 2ാം സ്ഥാനത്ത്.